ഇപ്പോഴിതാ പ്രിന്റു മഹാദേവ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. തൃശൂർ പേരാമംഗലം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ നൽകിയ പരാതിയിൽ പ്രിന്റു മഹാദേവിന് എതിരെ പേരാമംഗലം പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. കൊലവിളി പ്രസംഗം, കലാപ ആഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രിന്റു മഹാദേവിന് എതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തത്. സജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, പ്രിന്റുവിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പോലീസ് ശക്തമാക്കിയിരുന്നു. പക്ഷേ പ്രിന്റു എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ വിവരം. എന്താണ് മറ്റു വിവരങ്ങൾ? അതെ, പ്രിന്റു മഹാദേവ് അല്പസമയം മുമ്പാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രിന്റുവിനെ കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ അന്വേഷണം നടക്കുകയാണ്. കേസെടുത്തതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ പ്രിന്റുവിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നിരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിലെത്താൻ പ്രിന്റു തയ്യാറായില്ല. ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കലാപാഹനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. എന്തായാലും പ്രിന്റു മഹാദേവന്റെ വിവാദ പരാമർശം, ന്യൂസ് 18 ചർച്ചയിലെ ഈ കൊലവിളി പ്രസംഗം വലിയ രാഷ്ട്രീയ വിവാദമായി സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. കോൺഗ്രസ് വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്നലെയും ഇന്നുമായി കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. ഇന്ന് നിയമസഭയിലും നമ്മൾ സമാനമായ നീക്കങ്ങൾ കണ്ടതാണ്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ നീക്കമാണ് നടക്കുന്നത്. KPCC സെക്രട്ടറി ശ്രീകുമാറിന്റെ പരാതിയിലാണ് പേരാമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പേരാമംഗലത്തിന് സമീപത്ത് തന്നെയാണ് പ്രിന്റുവിന്റെ സ്വദേശം. അതുകൊണ്ടാണ് സ്വാഭാവികമായും അവിടെ നടപടി ഉണ്ടായത്. എന്തായാലും പ്രിന്റുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് സാധ്യത. ഇതിനിടയിൽ മറ്റൊരു കേസ് കൂടി പ്രിന്റുവിനെതിരെ വരുന്നുണ്ട്. അത് തിരുവല്ല പോലീസിൻ്റെതാണ് നടപടി. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പരാതിയിൽ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് ഈ നേതാവിൻ്റെ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് നിയമസഭയിൽ ഇത് പരാമർശിക്കവേ മന്ത്രി MB രാജേഷ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്, തിരുവല്ലയിൽ ഇത് യൂത്ത് കോൺഗ്രസ് നേതാവ് ആദ്യഘട്ടത്തിൽ ഇമെയിൽ വഴി പരാതി ഉന്നയിച്ചെങ്കിൽ കൂടിയും പിന്നീട് പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇന്ന് ഈ സംഭവങ്ങൾ വിവാദമായതോടെ ഇയാളുടെ മൊഴിയെടുക്കാൻ പോലീസ് മുന്നോട്ട് പോവുകയും ഒടുവിൽ അതിൻ്റെ തുടർ നീക്കങ്ങളുമായി പോവുകയാണ്. ഒരു വ്യക്തിക്കെതിരെ ഒരേ സംഭവത്തിൽ 2 കേസെടുക്കാൻ കഴിയുമോ എന്ന നിയമോപദേശവും പോലീസ് തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ കൂടുതൽ കടുത്ത നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുത്തപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു വിവാദ പരാമർശമുണ്ടായത്. സജിത്ത്, ഈ വിഷയം വലിയ തോതിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തോട് പ്രതികരിച്ച സാഹചര്യമുണ്ട്. സംസ്ഥാനത്താകട്ടെ കോൺഗ്രസ് വലിയ ആക്ഷേപമായിരുന്നല്ലോ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അതായത് RSS നേതാവ്, BJP നേതാവ് കൊലവിളി നടത്തിയാലൊന്നും അനങ്ങാൻ കേരളത്തിലെ പോലീസോ ആഭ്യന്തര വകുപ്പോ തയ്യാറല്ല എന്ന മട്ടിലുള്ള പ്രതികരണം. അത്തരം പ്രതികരണങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയമായി കൂടി തിരിച്ചടി ഉണ്ടായേക്കാം എന്നൊരു വിലയിരുത്തൽ സർക്കാരിനും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ നടപടിക്രമങ്ങൾ ഇത്രമേൽ വേഗത്തിലാക്കിയത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് നിയമസഭയിലെ സ്പീക്കറുടെ നടപടിയും ചില പരാമർശങ്ങളും വിവാദമായിരുന്നു. കാരണം ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ നേതാവ് പറയുന്നത് നിയമസഭയിൽ ഉന്നയിക്കാനാവില്ല എന്ന നിലപാടെടുത്തു. പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വലിയ പരാമർശമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ ഇന്ന് നിയമസഭയിൽ നിലപാടെടുത്തതിൻ്റെയും കാരണം അതാണ്. അതേസമയം ഈ വിഷയം വേണ്ടത്ര ആർജവത്തോടെ ഉന്നയിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗമായി സംസാരിച്ച മന്ത്രിമാരൊക്കെ പറഞ്ഞത്. കാരണം ഈ സംഭവം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും ഇത് നിയമസഭയിൽ ഇന്നലെ ഒരു അവസരം ഉണ്ടായിട്ടും ഉന്നയിച്ചില്ല. ഇന്ന് മാത്രമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. വേണ്ടത്ര ആർജവമുള്ള നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇന്നലെ പരാതി കിട്ടിയപ്പോൾ തന്നെ പേരാമംഗലം പോലീസ് കേസെടുത്തു. അതിനു മുമ്പ് തിരുവല്ലയിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇമെയിൽ വഴി ഇക്കാര്യം അറിയിച്ചു എന്നതിനപ്പുറത്തേക്ക് വീണ്ടും പരാതിയിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതൊക്കെയാണ് സർക്കാർ വാദം ഉന്നയിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ കൊലവിളി പ്രസംഗം നടത്തിയ BJP നേതാവിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന തരത്തിലേക്ക് പ്രചരണം വന്നതോടുകൂടി പോലീസിന്റെ നടപടികളും കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് വന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും പോലീസ് തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ BJP കൂടി ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. താൻ കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല, സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ നിലപാടെടുക്കുന്നയാളല്ല താൻ എന്ന് പ്രിന്റു അദ്ദേഹത്തിന്റെ വാദമായി ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് കൂടുതൽ BJP നേതാക്കളുടെ വീടുകളിൽ തൃശ്ശൂരിൽ വ്യാപക പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഇതിനെതിരെ BJP നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം പ്രിന്റുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു നാവു പിഴയാണ് എന്നതാണ് BJP ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു നീക്കങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. എന്നാൽ ഇതിന്റെ പേരിൽ BJP-യെ പ്രതി ചേർത്ത് വ്യാപകമായ നീക്കങ്ങൾ ഉണ്ടായാൽ തങ്ങൾ തിരിച്ചടിക്കും. അതാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് സജിത്ത്, ഈ വസ്തുതയെല്ലാം പറയുമ്പോൾ തന്നെ പ്രിന്റുവിനെതിരെ കൂടുതൽ
നിലപാട് സർക്കാർ കടുപ്പിച്ചാൽ അതിന് BJP രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ടാകും. അതേസമയം അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോയിരുന്നില്ല എങ്കിൽ അത് കോൺഗ്രസ് ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ടാകും. ഇവിടെ സർക്കാർ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് വളരെ അവധാനതയോടുകൂടിയല്ലേ കൈകാര്യം ചെയ്യുക. ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതിനപ്പുറത്ത് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യത അതുകൊണ്ട് കൂടുതലല്ലേ? ജാമ്യം ലഭിച്ചില്ല എങ്കിൽ ഇത് BJP വലിയ ആയുധമാക്കി മാറ്റുമല്ലോ. ഇപ്പോൾ തന്നെ നാക്കുപിഴയാണ്. അതിന് ഇത്രമേൽ വലിയ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതും മറ്റൊരു ചർച്ചയ്ക്കും അവസരത്തിനും വഴിവെക്കുമല്ലോ. അഭിലാഷ്, നിലവിൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ, BNSലെ കുറ്റങ്ങൾ, അത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് സൂചന. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിഭാഷകരടക്കമുള്ള സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം BJP പ്രവർത്തകരും പേരാമംഗലം പോലീസിൽ എത്തിയിട്ടുണ്ട്, സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും തങ്ങൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന നിലപാട് തന്നെയാണ് BJP സ്വീകരിക്കുന്നത്. അതേസമയം രാഷ്ട്രീയപരമായി BJPക്കെതിരെ കടന്നാക്രമിച്ചാൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് അവരുടെ നീക്കം. ഇതിൽ സർക്കാരിന് മുന്നിലുണ്ടായിരിക്കുന്ന വെല്ലുവിളി നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. കാരണം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ നേതാവിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്ന ചോദ്യം സർക്കാർ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും BJPയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി എന്ന ആക്ഷേപത്തിലേക്ക് കോൺഗ്രസ് ഈ വിഷയത്തെ ഏറ്റെടുത്ത് അങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ടുകൂടിയാണ് പോലീസ് വേഗത്തിൽ നടപടി ഉണ്ടായത്. ഇന്ന് നിയമസഭയിലെ ഈ വിവാദങ്ങൾക്കൊടുവിൽ മന്ത്രിക്ക് തന്നെ നേരിട്ടെത്തി കാര്യം വിശദീകരിക്കേണ്ടി വന്നതിൻ്റെയും സാഹചര്യം അതാണ്. അതായത് അന്വേഷണത്തോട് കോൺഗ്രസ് സഹകരിക്കാത്തത് കൊണ്ടാണ് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നത് സർക്കാർ തന്നെ വിശദീകരിക്കുകയാണ് ഇന്നുണ്ടായത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി MP രാജേഷാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതേസമയം സ്പീക്കർ നിയമസഭയിലെടുത്ത നിലപാടാണ് പ്രതിപക്ഷം ശക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും നാളെയും ഇതിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവും. ഇന്ന് വൈകിട്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി UDF തന്നെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി BJP നേതാവിനെതിരെ വലിയ ക്യാമ്പയിൻ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. നാളെയും ഇതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.